അയ്യാ രണ്ടുപേര് 8ന്റെ പണി കിട്ടിയിരിക്കുക. എന്റെ പൊന്നമ്മച്ചിയോ, ഒരാഗ്രഹത്തിന് പുറത്ത് ഓടിക്കേറിയതാ. ഇതിനകത്തല്ലാട്ടാ. ഞാൻ ഈ കഴിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായ? ആർക്കെങ്കിലും മനസ്സിലായ? ഈ സാധനത്തിന്റെ പേരാണ് വടാപ്പാവ്. ബോംബെയിലൊക്കെ പോയവർക്കും മഹാരാഷ്ട്ര അവിടെയൊക്കെ വെളിനാട്ടിലൊക്കെ ജോലി ചെയ്തവർക്ക് എനിക്ക് തോന്നുന്നു ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉണ്ടെന്ന് സാധനം. അയ്യോ, ഈ സാധനം ഞാൻ ബോംബെയിൽ നിന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്കവിടെ സുലഭമായിട്ട് കിട്ടിയിരുന്ന ഒരു ഫുഡായിരുന്നു വടാപ്പാവ് എന്ന് പറഞ്ഞത്. അപ്പോൾ വർഷങ്ങളായി ഈ സാധനം എനിക്ക് കഴിക്കാൻ പിന്നീട് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ എറണാകുളത്ത് ഇതുപോലെ ഒരു ഓട്ടം പോയ സമയത്ത് ഈ സാധനം വടാപ്പാവ് അവിടെ ഒരു കടയിൽ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചതാണ്, ഒരു ഉപ്പ് സോഡ കുടിക്കാൻ കയറിയതാണ്. വെറുതെ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കഴിച്ചേക്കാന്ന് പറഞ്ഞു. ഇന്നലെ മഴയൊക്കെ മാറി ഒരു വെയിലൊക്കെ വന്നതല്ലേ, ആ സാധനം കഴിച്ചതാണ്. അയ്യോ, പണി കിട്ടിപ്പോയി. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാ. അപ്പോൾ ഇന്നലെ വീട്ടിൽ വന്ന് ഓടിക്കയറി കുഞ്ഞുമാവെ പോലും വിളിക്കാൻ പറ്റാണ്ട് ഓടി നേരെ ഇതിനകത്ത് കയറിയതാ. അപ്പോൾ വന്നപ്പോഴാണ് അറിയുന്നത് കുഞ്ഞുമാവയും ഏകദേശം 2 നേരമായിട്ട് ഇത്തിരി പണിയിലേക്ക് കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അയ്യോ, 2 പേർക്ക് കൂടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാം അല്ലേ. പിന്നെ രാത്രി നിന്നില്ല. ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ ബാത്റൂം തപ്പി പിടിച്ച് കയറി ഇതിനകത്ത്. എന്നിട്ട് ഇന്ന് രാവിലെ ആ കൊച്ചനെ തള്ളി മാറ്റിയിട്ടാണ് അവൻ സ്കൂളിൽ പോകാനുള്ളവനാണ്. അതുപോലും സമ്മതിക്കാതെ പുറകിൽ ചാടി കയറിയതേ. ഇപ്പൊ ഇങ്ങനെ 2 ആളും കൂടി ഒരു പരിപാടി നിൽക്കുക. നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പണികളാണ്. അപ്പോൾ ഇതുപോലെ ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മളിതുപോലെ ആഗ്രഹിച്ചിരിക്കും. പഴയ ഒരു ടേസ്റ്റിന്റെ ഒരു കൊണിശം പോലും എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആ സാധനമാണെങ്കിൽ എന്താണ്, അയ്യോ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, എന്താണ് ആ സാധനം. ഇന്നലെ പണി കിട്ടിപ്പോയി. ആ കുഞ്ഞാവെ അറിഞ്ഞാ? കുഞ്ഞാവെ കാണുന്നതല്ലേ ഇന്നലെ പോലെ അല്ലേ? ആ ഈ നാട്ടിൽ ഈ എറണാകുളത്ത് മൊത്തം ഈ ഉപ്പു സോഡ എന്ന് പറയുന്ന സാധനം. ഉപ്പു സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും എനിക്കത് മനസ്സിലാവുന്ന തോന്നില്ല. ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് നാരങ്ങ വെള്ളം അങ്ങനെ ഉപ്പിട്ട് നാരങ്ങ, അപ്പൊ അത് സോഡയായിട്ട് ഒഴിക്കണം. അത് സാധനം ഇവിടെ എല്ലായിടത്തും 15 രൂപയുള്ളു. അവനാണെങ്കിൽ ഇന്നലെ 20 രൂപ വാങ്ങിച്ചു. അതിന്റെ പേരിൽ അവനോട്ടൊരു വഴക്കമുണ്ടായി. അവന്റെ ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞു ഇന്നേ നാറ്റിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അറിയതാരാണ്. അത് വെറുതെ നേരം ചെയ്താണ്. പണി കിട്ടിയതിരിക്കുകയാണ്. അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ പൊന്നോ. പണി എന്ന് പറഞ്ഞാൽ പണി കണ്ടില്ലേ അത്യാവശ്യം കഴിച്ചിട്ട്. എന്നും കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളല്ലേ അറിയണേ. ഇന്നിപ്പോൾ അതെ ഞങ്ങൾ 2 പേരുടെ വിശേഷങ്ങൾ ഒന്നിച്ചറിഞ്ഞ. ഓക്കെ, ഹാപ്പി അല്ലെങ്കിലോ ഹാപ്പി ലൈഫ്.